ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വിശ്വാസ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും മനഃപ്പാഠമായിരിക്കുന്ന ഒരു വാക്യമാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ഉരുൾപൊട്ടലിൽ അനാഥയായ ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൻ ദൈവാശ്രയമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ജെൻസന് പറയാൻ സാധ്യമായത്, ഇനി ഉള്ള കാലം ഞാൻ ശ്രുതിക്ക് വേണ്ടി ജീവിക്കും. അതിനോടൊപ്പം തന്നെ ഒരു തത്വ ചിന്തകനെ പോലെ ചെറുപ്പക്കാരനായ ജെൻസൻ പറഞ്ഞു വയ്ക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കയറിക്കിടക്കാൻ ഒരു വീട് വേണം, ശ്രുതിക്ക് ഒരു ജോലി. 10 വർഷത്തോളം പ്രണയബദ്ധരായി ജീവിച്ചവരാണ് ജെൻസനും ശ്രുതിയും. ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ നിന്ന ശ്രുതിയെ ചേർത്ത് പിടിക്കുവാനും ആ ശ്രുതിയുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ജെൻസൻ എന്ന ചെറുപ്പക്കാരൻ തയ്യാറായത് സമൂഹ ജീവിതത്തിൽ ഒരു മാതൃകയായിരുന്നുവെങ്കിൽ പോലും ആ ജെൻസൻ്റെ അന്ത്യയാത്ര, അവിടെ വിധിയുടെ ഒരു ക്രൂരത ഒരിക്കൽ കൂടി ഞാനും നിങ്ങളും കാണുക ഉണ്ടായി. ഇവിടെ അർത്ഥവത്തായ ഒരു പഴമൊഴി ഓർത്ത് പോകുന്നു, മാൻ പ്രപ്പോസ് ഗോഡ് ഡിസ്പോസ്. യഹോവയെ സേവിച്ച് യഹോവയെ സ്നേഹിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിലും അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിന്താക്കുഴപ്പത്തിലാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ജെൻസൻ്റെയും പ്രത്യേകിച്ച് തിരുവോണനാളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ 16ഓളം അപകട മരണങ്ങളും നമുക്ക് നൽകുന്ന ഒരു സൂചന, നാം ഉറങ്ങുവാൻ പോകുന്നത് പോലും, ഞാനും നിങ്ങളും ഉറങ്ങുവാൻ പോകുന്നത് പോലും മരണത്തിൻ്റെ റിഹേഴ്സലാണെന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാകണമെന്നാണ് ഈ മരണങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവരും മരണത്തിൻ്റെ രുചി അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ഖലീൽ ജിബ്രാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ എത്ര പേർ ജീവിതത്തിൻ്റെ രുചി അറിയുന്നുണ്ട്? അപ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ മഹത്തരമായത് മരണത്തിന് മുമ്പ് നമുക്ക് നല്ല ഒരു ജീവിതമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ മരണത്തിന് മുമ്പ് നല്ല ഒരു ജീവിതം ഞാനും നിങ്ങളും കാക്ഷിക്കുന്നുവെങ്കിൽ പഴയ നിയമ വേദപുസ്തകത്തിൽ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായിട്ട് തീരണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ യഹോവയെ സേവിച്ച് യഹോവയെ സ്നേഹിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ പോലും അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിൽ ആ ജീവിതം നയിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് ജിൻസൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ തിന്മയുടെ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ജീവിച്ചിട്ട് മരണശേഷം പ്രാർത്ഥിച്ച് നിത്യജീവൻ വാങ്ങിത്തരാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. ആകാശത്തിൻ്റെ കീഴിലുള്ള ഒരു സഭയ്ക്കും കഴിയില്ല എന്ന നഗ്നമായ സത്യം ഞാനും നിങ്ങളും മറക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് നമ്മെ നയിക്കേണ്ടത്
യോശുവ 24:15 ഈ തിരുവചന ഭാഗമായിരിക്കണം. എന്തെല്ലാം സംഭവിച്ചാലും, സ്വപ്നങ്ങൾ തകർന്നു വീണാലും, നമുക്ക് ആ തകർച്ചയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ സാധ്യമാകണം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.